ഈ വിഴിഞ്ഞം തുറമുഖത്തിന് രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അവിടെ രണ്ടാം ഘട്ടം വീണ്ടും വിഴിഞ്ഞത്തിന് കൂടുതൽ മേഖലകൾ കൂടുതൽ കരുത്തോടുകൂടി വിഴിഞ്ഞം രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇതിലൊരു വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് വെച്ചാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിലാണ് വീണ്ടും മുന്നണികൾക്കിടയിൽ അവകാശവാദങ്ങൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഴിഞ്ഞം പദ്ധതി പിണറായി വിജയൻ സർക്കാരിനെ നേട്ടമായി ഉയർത്തിക്കാട്ടാനാണ് LDFന്റെ ശ്രമം. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ട പദ്ധതി പൂർത്തിയാക്കുക മാത്രമാണ് LDF ചെയ്തതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമാണ് വിഴിഞ്ഞത്തിന്റെ പുരോഗതിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി BJP രംഗത്ത് വരുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. ആഷിഖാണ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് ചേർത്തത്. ആഷിഖേ, ഗുഡ് മോർണിംഗ്. ആകെ ഒരു വിഴിഞ്ഞമുണ്ട്. ഈ വിഴിഞ്ഞം തുടങ്ങിയ കാലം, അതായത് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം മുതലുണ്ട് ഈ അവകാശവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരും. ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ ഈ തറക്കല്ലിട്ടത് ഈ UDF സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ടു. പിന്നീട് അത് കെട്ടിപ്പൊക്കുന്നത് പിണറായി സർക്കാരാണ്. ഇതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു, ഗംഭീര വിജയമായിരുന്നു. രണ്ടാം ഘട്ടത്തിന് ഇന്നലെ തുടക്കമാവുകയും ഒക്കെയും ചെയ്തു. ഇതിനിടയ്ക്കാണ് BJPയുടെ അവകാശവാദം വരുന്നത്. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളാണ്, അവിടെ നിന്ന് വരുന്ന ഫണ്ട് കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ള അവകാശവാദം വരുന്നത്. അങ്ങനെ 3 പേരും തുല്യ അവകാശം ഉന്നയിക്കുന്നു വിഴിഞ്ഞത്തെക്കുറിച്ച്. ആകെ ഒരു വിഴിഞ്ഞവുമുണ്ട്. എല്ലാ മുന്നണികൾക്ക് അത് വേണവും താനും. അപ്പോൾ എങ്ങനെയാണ് ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു പോക്ക്? സേതു, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് പിതൃത്വമായി ബന്ധപ്പെട്ട തർക്കം ഇത് ഇന്നലെ മാത്രം തുടങ്ങിയതല്ല. നേരത്തെ തന്നെ ഈ ഒരു തർക്കം ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. ആദ്യഘട്ടം ഉദ്ഘാടനം നടന്ന സമയത്ത് തന്നെ ഒരു വലിയ വിവാദം നടന്നിരുന്നു. ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എന്നത് സംബന്ധിച്ച്. നമുക്കറിയാവുന്ന പോലെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതി 91 കാലഘട്ടത്തിൽ അതിനൊരു ജീവൻ വെക്കുന്നു. പിന്നീട് നായനാർ VS കാലത്താണ് അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കമായി എല്ലാവരും സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു പദ്ധതി തുടങ്ങാൻ ഒരുപാട് വർഷം നമ്മൾ വൈകി വിഴിഞ്ഞം തുറമുഖം തുടങ്ങാൻ. അപ്പോൾ ഈ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരുണ്ട്, ഉമ്മൻചാണ്ടിക്കുണ്ട് എന്നുള്ളതാണ് UDF നേതാക്കളടക്കം പറയുന്നത്. പക്ഷേ പിന്നീട് 2016 ഈ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നടക്കുന്നത്. അതിൽ കരാർ പ്രകാരമാണെങ്കിൽ 1000 ദിവസത്തിനുള്ളിൽ പദ്ധതി തീരണം. പക്ഷേ ഓക്കി അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നു. ഈ പദ്ധതി വല്ലാതെ വൈകി. അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് 2024 കൂടിയാണ്. അങ്ങനെ വലിയ രീതിയിൽ പദ്ധതി വൈകുകയും അദാനി ഗ്രൂപ്പും കേരള സർക്കാരും തമ്മിൽ കോടതിയിൽ അടക്കം പോയി കേസടക്കം നടത്തി വലിയ രീതിയിൽ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട തർക്കമെല്ലാം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇത്തരം പ്രതിസന്ധികളുണ്ടായ സമയത്തെല്ലാം സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ പിന്മാറുകയോ മറ്റ് കാര്യങ്ങളിലേക്കോ പോയില്ല. പദ്ധതി പൂർത്തിയാക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം സംസ്ഥാന സർക്കാർ കാണിച്ചു. അതിൽ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ഫണ്ട്, അതായത് ഭൂരിഭാഗം ഫണ്ടും ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതായത് BJPയും അതിലൊരു ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ പദ്ധതി തുടങ്ങാൻ ഒരുപക്ഷെ ഒരു വലിയ പിന്തുണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറയേണ്ടി വരും. കാരണം മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഒരു പദ്ധതിക്ക് ഒരു അദാനി ഗ്രൂപ്പ് വരികയും ആ ചർച്ച നടക്കുകയും വിഴിഞ്ഞം പദ്ധതി തറക്കല്ലിടൽ കർമ്മത്തിലേക്ക് നടക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ പ്രധാന പ്രശ്നം ഈ BJPയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് VGF ആയിട്ട്, അതായത് വയബിലിറ്റി ഗ്രാഫ് ഫണ്ടായിട്ട് പണം അനുവദിച്ചത് വായ്പയായിട്ടാണ് എന്നുള്ളതാണ്. കാരണം തൂത്തുക്കുടിക്ക് അടക്കം ആയിരക്കണക്കിന് കോടി രൂപ ഗ്രാൻഡായി നൽകിയ സമയത്ത് വിഴിഞ്ഞത്തിന് വയബിലിറ്റി ഗ്രാഫ് ഫണ്ട് ഇത്തരത്തിൽ വായ്പയായി നൽകിയത്. ഇങ്ങനെ വലിയ രീതിയിൽ വാഗ്വാദങ്ങൾ നടക്കുകയാണ്. ആർക്കാണ് ഇതിന് ക്രെഡിറ്റ് എന്നത് സംബന്ധിച്ച്. എന്തായാലും എല്ലാ പാർട്ടികൾക്കും ചെറിയ രീതിയിലോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എന്തായാലും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നതാണ്. കാരണം തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അത് പണി പൂർത്തിയാക്കിയത്, ഏകദേശം പണി ഇപ്പോൾ 2ാം ഘട്ടം വരെ നടത്തിയത് LDF സർക്കാരാണ്. അതേസമയം തന്നെ ഈ പദ്ധതിക്ക് ഒരു തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പദ്ധതി തുടക്കം കുറിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. അങ്ങനെ ഏറെയും കുറഞ്ഞും എല്ലാവർക്കും ഇതിൽ ഒരു പങ്ക് അവകാശപ്പെടാൻ. ശരി, അപ്പം 3 പേർക്കും ഈ ഏറെക്കുറെ രീതിയിലൊക്കെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ വിഴിഞ്ഞം പദ്ധതി. അപ്പം നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എല്ലാവരും സന്തോഷമായിട്ട് ഒന്നിച്ച് പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം നാട്ടിലെ വികസനം വരുന്നതാണല്ലോ നമുക്കൊക്കെ വേണ്ട ഒരു കാര്യവും